മേരി നസ്രത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യയാകാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന മേരിയെ ജോസഫ് തൻ്റെ കൂടെ താമസിക്കുവാൻ കൂട്ടിക്കൊണ്ടുപോന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവിനെയാണ് മേരി ഉദരത്തിൽ വഹിച്ചിരിക്കുന്നത് എന്നും സമയത്തികവിൽ അവൾ പ്രസവിക്കുമെന്നും മാലാഖ ജോസഫിനെയും അറിയിച്ചിരുന്നു. മേരിയുടെ ഹൃദയവും അവളുടെ മനസ്സിൻ്റെ എല്ലാ ചിന്തകളും ദൈവത്തിലും തനിക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളിലും മാത്രം കേന്ദ്രീകൃതമായിരുന്നു. മാസങ്ങൾ ശാന്തവും സമാധാനപൂർണവുമായി കടന്നുപോയിക്കൊണ്ടിരുന്നു. അന്നൊരു ദിവസം പട്ടണത്തിലാകെ ബഹളം. സീസർ അഗസ്റ്റസ് ആയിരുന്നു അന്ന് റോമിലെ ചക്രവർത്തി. സിറീനിയസ് ഗവർണറും. നാട്ടിലെല്ലാം കാനേഷുമാരി കണക്കെടുക്കണം എന്ന് ചക്രവർത്തി കൽപ്പിച്ചു. അതിനെന്തു വേണമെന്നോ, ഓരോ പൗരനും തൻ്റെ പിതൃനഗരത്തിൽ എത്തിച്ചേരണം. അവിടെ ചെന്നു വേണം ഓരോ പൗരനും അയാളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ. ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ച ജോസഫും കുടുംബവും ബത്ലഹേമിലെത്തണം. യാത്ര ചെയ്യാൻ മേരിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് സാരമാക്കിയില്ല. ദൈവചിത്തം പ്രകടിതമായിരുന്ന ഈ നിയമം പാലിക്കപ്പെട്ടേ പറ്റൂ. ചക്രവർത്തിയുടെ കൽപ്പന അനുസരിച്ച് മേരിയും ജോസഫും പുറപ്പെട്ടു. യാത്രയ്ക്കാവശ്യമായ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിരുന്നുള്ളൂ. 4-5 ദിവസത്തെ യാത്ര കൊണ്ട് മേരി വല്ലാതെ ക്ഷീണിച്ചു തളർന്നു. ഒടുവിൽ ബത്ലഹേമിൽ അവർ എത്തി. താമസത്തിന് ഒരിടം കണ്ടുപിടിക്കാനായിരുന്നു ജോസഫിൻ്റെ ഒന്നാമത്തെ ശ്രമം. സത്രങ്ങളിലൊന്നും മുറി കിട്ടാനില്ല. രാത്രിയായി. മേരിക്കും ജോസഫിനും ഒരു ഗുഹയിലാണ് ഇടം കിട്ടിയത്. ആ അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ മേരി പ്രസവിച്ചു. കർത്താവായ ക്രിസ്തുനാഥൻ്റെ ജനനം. ലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ദൈവമായ മകൻ്റെ മുൻപിൽ മേരി ആരാധനാ നിർഭരയായി കുറേ നേരം മുട്ടുകുത്തി നിന്നു. ജോസഫും മേരിയും ഒന്നിച്ച് നിശബ്ദനായി പ്രാർത്ഥിച്ചു. ദൈവം ഒരു പിഞ്ചുകുഞ്ഞായി വന്നിരിക്കുകയാണ്, മനുഷ്യരുടെ കൂടെ വസിക്കാൻ. വചനം, പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനം, മാംസമായി നമ്മിൽ കുടിയിരുന്നു.